ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം. നമ്മൾ ഇടയ്ക്കൊക്കെ വൈറ്റ് കിണ്ണത്തപ്പോലെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനാണെങ്കിൽ മുട്ട ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റായിട്ടൊരു സോഫ്റ്റ് കിണ്ണത്തപ്പം തയ്യാറാക്കാം. അതിനു വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു 5-6 ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് തേങ്ങാപ്പാലാക്കി എടുക്കാം. ഞാൻ ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്, ഒരു 4 എണ്ണം തയ്യാറാക്കാനുള്ള അളവിലാണ് കാണിക്കുന്നത്. തേങ്ങയും ഏലക്കയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ആട്ടിയെടുക്കുക. തേങ്ങാപ്പാൽ ഇത് തയ്യാറായിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിന് നല്ല ഏലക്കയുടെ മണമായിരിക്കും. അപ്പോൾ ഏലക്ക ഇനി നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് അരി, പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗ്ലാസ് അരി ഒരു 10 മിനിറ്റ്, ഞാൻ കഴിഞ്ഞ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കിയ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം കുതിർത്തെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പ വഴി. 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ദാണ്ടെ അരിച്ചെടുത്ത അരിയാണ്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായി മിക്സിയുടെ ജാറൊക്കെ നല്ല തിളച്ച് പോകാതെ ആയി കിട്ടുന്ന ടിപ്പും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഇത് തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു ബൗൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഈ ഐസ് ക്യൂബും ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ വേഗം അരഞ്ഞും കിട്ടും. മാവ് ചൂടായി പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് ശർക്കരയും കരിപ്പട്ടിയും കൂടെ മിക്സാക്കി നല്ല കട്ടിക്ക്, ഇതേ കട്ടിക്ക് ഒന്ന് അരിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാലാടയിലെ അരിപ്പിലോട്ട് അരിച്ചൊഴിക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള അരിപ്പുണ്ടല്ലോ, അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നൈസ് കോട്ടൺ തുണിയിലോട്ട് അരിച്ച് ചേർത്താലും മതിയാകും. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ആയി കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ തന്നെ നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം വേഗം അരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലുള്ള അരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തൊക്കെ ആണെങ്കിൽ വേഗം അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് വേഗം തന്നെ അരിപ്പിൽ നിന്ന് വീഴുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. നമുക്ക് തേങ്ങാപ്പാൽ ഇനിയും ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത് മതിയാകും. അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കട്ടി പോലെ തോന്നുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ 1 ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഇത്രയാണ് ബാലൻസ് ഉള്ളത്. കുറച്ച് ചേർത്തതിന് ശേഷം എനിക്ക് വീണ്ടും കുറച്ചുകൂടെ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമില്ല. 1 കപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബാലൻസ് കിട്ടും. ഒരു പാത്രം, സ്റ്റീൽ പാത്രം, നമ്മൾ ചോറൊക്കെ കഴിക്കാൻ എടുക്കുന്ന സ്റ്റീൽ പാത്രത്തിലോട്ട് ഞാൻ നല്ലതുപോലെ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് നല്ല കട്ടിക്ക് ഈ കിണ്ണത്തപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കൂടുതൽ സമയം വേകാൻ വേണ്ടി എടുക്കും. അതുകൊണ്ട് നമുക്കൊരു മീഡിയം, കുറച്ചളവിൽ, നിറയാതെ കുറച്ചളവിൽ ചെറിയൊരു കനത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ വേഗം വെന്തും കിട്ടും. നമുക്ക് വേഗം കഴിക്കാനും പറ്റും. ഇത് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 20-25 മിനിറ്റിനകം തന്നെ ഇത് വേഗം വെന്ത് കിട്ടും. ഈ പാത്രം ഇതുപോലെ വെക്കുമ്പോൾ, ഇതുപോലെ ഒരു അടപ്പ് വെക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിക്ക് മീതേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അടപ്പ് വെക്കുമ്പോൾ ഇത് ആവി കൊണ്ടുള്ള ആ വെള്ളമൊന്നും അതിലോട്ട് ഇറങ്ങാതെ കിട്ടും. അതുകൊണ്ടാണ് ഇതുപോലത്തെ അടപ്പ് വെക്കുന്നത്. നിർബന്ധമില്ല. ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് ഇതുപോലുള്ള ഒരു ഇത് വെച്ചാണ് എടുക്കുന്നത്.
ഇത് ഇനി നമുക്ക് ഒന്ന് തണുക്കണം. തണുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നെയ്യൊന്ന് അതിൻ്റെ മീതെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി കയ്യിൽ വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് തൊട്ട് നോക്കുകയാണ്. ഇത് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടുകയൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് പകുതി മാവൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കും. പിന്നെ ഫോർക്കോ കൊണ്ടൊക്കെ നമുക്കിത് ശരിയാക്കി നോക്കാവുന്നതാണ്. ഇത് ദാണ്ടേ വെന്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് മീത. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നെയ്യ് തേച്ച് കൊടുക്കുക. നമ്മുടെ കിണ്ണത്തപ്പം ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതാണ്ട് നല്ല ഒരു കിണ്ണത്തപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അതാണ്ട് കയ്യിലപ്പം എടുത്തപ്പോൾ തന്നെ നല്ല ഒരു ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത്. ശർക്കര ചേർക്കുന്നതിനോടൊപ്പം കുറച്ച് കരിപ്പട്ടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.